ഞാൻ എൻ്റെ ജീവിതം ഏത് വേദിയിലും തുറന്നു പറയുന്ന ഒരു കലാകാരനാണ്. നിങ്ങൾക്കറിയാമോ, 10ാം ക്ലാസ് 3 പ്രാവശ്യം അന്തസ്സായിട്ട് എഴുതി തോറ്റ ആളാണ് ഞാൻ. എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. സത്യം, ഞാനത് തോറ്റതുകൊണ്ടാണ് ഞാൻ സിനിമാ നടനായത്. പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ ജീവിതത്തിന്റെ താളുകൾ മലയാളിക്ക് മുന്നിൽ തുറന്നു വെക്കാൻ മണി ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. കണ്ണീരിന്റെ നനവിലും ചിരിയുടെ പൂക്കൾ വിരിയിച്ചാണ് ചാലക്കുടിക്കാരൻ ഹൃദയങ്ങൾ കീഴടക്കിയത്. ഞാനിപ്പോഴും ഓർക്കണ്ട, അന്നത്തെ സർക്കാരും എനിക്ക് എൻ്റെ വീട്ടിൽ കറണ്ടിനെ അപേക്ഷിച്ചിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് എനിക്കന്ന് കറണ്ട് കിട്ടിയത്. അപ്പോൾ ഈ കറണ്ട് കണക്ഷൻ കിട്ടിയ അന്നാണ് ഞാനൊക്കെ വീട്ടിലുണ്ടെന്ന് എൻ്റെ അച്ഛനമ്മയൊക്കെ മനസ്സിലായത്. നേരിട്ട് കണ്ടതന്നാ പരസ്പരം. അയ്യോ മോനെ എങ്ങനെയുണ്ട് ഒരാൾ, എൻ്റെ മോനെ ഞാൻ നിന്നെ കണ്ടിട്ട് അത്ര നാളെ. കാരണം അതെന്നറിയാം, ഈ ചാണക്കിട്ട് മെഴുകിയ വീടായതുകൊണ്ടേ എല്ലാം ഒരുപോലെയാണ് കളറ്. അതുകൊണ്ട് നമുക്ക് പരസ്പരം അങ്ങോട്ട്. ഇന്നിപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് ഇട്ട് വരാൻ കാരണം ഉള്ള സ്ഥലം വെളുത്തത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. നാടൻ പാട്ടിന്റെ ഈണത്തിനൊപ്പം മലയാളിയെ കൊണ്ട് മണി താളം പിടിപ്പിച്ചു. വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമി തിമൃതൈ, അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമി തിമൃതൈ. ഈ ഒരു ഗാനം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആലപിച്ചതാണ്. ഒരുമിച്ച് ആലപിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഗാനം റെക്കോർഡ് ചെയ്യപ്പെട്ടത് ഞാൻ ആദ്യം ഈ പാട്ട് മുഴുവൻ പാടി, പിന്നീട് മണിച്ചേട്ടൻ്റെ പോർഷൻസ് പിന്നീട് പാടുകയായിരുന്നു. എന്തായാലും ഈ ഗാനം നമുക്ക് അതിനുശേഷം പല വേദികളിലും ഒരുമിച്ച് പാടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാസറ്റുകളിൽ ഇന്നും മണിപ്പാട്ടുകൾക്ക് തന്നെയാണ് പ്രിയം. ശരിക്കും ഭയങ്കര ഒരു ആഘോഷമാണ് മണിയുടെ കാസറ്റ് എന്ന് പറയുമ്പോൾ. അത് ഇറങ്ങാൻ കാത്തിരിക്കുന്ന പലരും, ഒരുപാട് ആരാധകർ മണിയുടെ പാട്ടുകൾ കേൾക്കാനായിട്ട്. ഓണത്തിന് 1 മാസം മുമ്പേ ഞങ്ങൾക്ക് വിളികൾ വരും, ഇറങ്ങിയോ, CD ഇറങ്ങിയോ, എന്താ പേരിട്ടോ ഒക്കെ ചോദിച്ചിട്ടുള്ള വലിയൊരു വലയം, വലിയൊരു ആരാധക വലയം തന്നെ ഉണ്ടായിരുന്നു പുള്ളിക്ക്. മണി എന്ന 2 അക്ഷരത്തെ പറ്റി എത്ര പറഞ്ഞാലും മലയാളിക്ക് മതിവരില്ല. കാരണം ഈ ചാലക്കുടിക്കാരൻ ചങ്ങാതി ജീവിക്കുന്നത് ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ്. അമ്പലക്കുളക്കടവിൽ വെച്ചോ, മുണ്ടകപ്പടവരമ്പിൽ വെച്ചോ, മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. അമ്പലക്കുളക്കടവിൽ വെച്ചോ, മുണ്ടകപ്പടവരമ്പിൽ വെച്ചോ, മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. കാട്ടുചെമ്പക ചന്തം, നല്ല നാട്ടുമഞ്ഞളിൽ ഗന്ധം, കണ്ടപ്പോൾ തൊട്ടേ കണ്ണിൽ കണ്ണായി നിന്നവളെ കണ്ണാടിപ്പൂവേ. കാലചക്രത്തെ പോലും തോൽപ്പിച്ച് മണി ഓർമ്മകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. ചിരിയായും പാട്ടായും കഥാപാത്രങ്ങളായും.